നമുക്ക് തിമോത്തിയോസിന് ധന്യനായ പൗലോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യം ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ച് സഹായിക്കാം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചും ഇരിക്കുന്നു. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചേ. തികച്ചും ഏകാഗ്രതയോടെ, ദൈവസന്നിധാന ചിന്തയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ മനസ്സ് ഏകീകരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ പതറിപ്പോകാതെ നിത്യതയുടെ പ്രത്യാശയ്ക്കായി കണ്ണുറപ്പിക്കുക എന്നതാണ് എനിക്ക് പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ രാത്രി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ മനസ്സ് പതറാൻ അനുവദിക്കരുത്. ഭാവി പ്രത്യാശയിലും ദൈവിക വാഗ്ദത്തത്തിലും കണ്ണുറപ്പിക്കുക. ധന്യനായ പൗലോസ്ലീഹ, പഴയ നിയമത്തിലെ ഒരു ശൗൽ, ഇസ്രയേല്യരിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ളവനായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ആത്മീയ ഭാഷയിൽ തോൾ മുതൽ പൊക്കമുള്ളവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അനുഗ്രഹീതനായ ദൈവഭൃത്യൻ, അദ്ദേഹത്തിന്റെ ജീവിത സന്ധിയോടടുത്ത സമയം മരണം ഒരു വിളിപ്പാടകലെ തൻ്റെ കൺമുൻപിൽ വന്നു നിൽക്കുകയാണ്. മരണത്തിന് മുൻപ് തനിക്ക് മരണസ്ഥലം ബോധ്യമായി. മരണത്തിന് മുൻപ് തനിക്ക് മരണസമയം ബോധ്യമായി. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിയുന്ന ചോര മുറിക്കാൻ ഉപയോഗിച്ച പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകത്തക്ക വിധം തൻ്റെ മരണം ഒരു പാനീയ യാഗബലി പോലെയായിരിക്കും എന്ന് തനിക്ക് മനസ്സിലായി. ഈ പശ്ചാത്തലത്തിൽ താൻ കുറിക്കുന്ന ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തി പിടിച്ചു കുറിക്കുന്ന ശ്രദ്ധേയമായ വേദഭാഗം. നമുക്കറിയാം ചരിത്രം. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നീചനും ക്രൂരനും മനുഷ്യത്വരഹിതമായ ദുഷ്ടത പ്രവർത്തിച്ച നീറോ എന്ന, പുതിയ നിയമത്തിലെ 666 എന്ന അക്കവില ഒരു വ്യക്തിയുടെ പേരിനോട് കൃത്യമായി യോജിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയായ നീറോ AD 54 മുതൽ ഭരണം ആരംഭിച്ച് AD 68 ആത്മഹത്യ ചെയ്ത് ജീവിതത്തിന് അന്തം കുറിക്കപ്പെട്ട നീറോ, ക്രൈസ്തവ സഭയോട് ഏറ്റവും കൊടും ക്രൂരത ചെയ്ത നീറോ, റോമിനെ അഗ്നിബാധ കൊണ്ട് ബോധപൂർവം കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ആ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ക്രൈസ്തവരാണ് എന്ന് പറഞ്ഞു പരത്തിക്കൊണ്ട് ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്ത, റോമൻ കൊലോസിയത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയ നീറോ, അദ്ദേഹത്തിന്റെ വിധിക്ക് വിധേയനായി ധന്യനായ പൗലോസ്ലീഹ ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹയിൽ കിടക്കുന്ന സമയം, ഒരു വശത്തുകൂടെ ടൈബർ നദി കൂലംകുത്തി പതഞ്ഞ് നുരഞ്ഞൊഴുകുന്നതിൻ്റെ മറുവശത്തെ കരിമ്പാറയിൽ താഴേക്ക് കൊത്തിയിറക്കി പണത ഒരു ശ്രദ്ധേയമായ ഗുഹയാണ് ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നുമുള്ള മർമാട്ടിൻ ഗുഹ. ആ ഗുഹയിൽ അവസാനമായി പത്രോസും പൗലോസും തമ്മിൽ കണ്ട് പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെടേണ്ടതിന് പോയതും അവിടെ നിന്ന് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ മരണം തൻ്റെ കൺമുൻപിൽ കാണുകയാണ്. ഓർക്കുക, അസാധാരണ പ്രതിസന്ധിയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു 10-15 അടി താഴേക്ക് കുത്തിയിറക്കി പണിതിരിക്കുന്ന ഒരു ഗുഹയാണിത്. അരോഗദൃഢഗാത്രനായ ഒരു പടയാളി ഒടുവിൽ വിധി പൂർത്തിയാക്കാൻ ഈ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി വരും. കുറ്റവാളിയെ വെട്ടി നുറുക്കും. എന്നിട്ട് ടൈബർ നദിയിലേക്ക് തുറക്കുന്നൊരു കവാടം തുറന്ന് ഈ ബോഡി വലിച്ചെറിഞ്ഞുവിടും. അതാണ് സാധാരണ നടക്കാറുള്ളത്. എന്നാൽ ഇദ്ദേഹത്തെ കൊല്ലുന്നത് അങ്ങനെയല്ല. ഇദ്ദേഹത്തെ കൊല്ലുന്നത് മതപരിവർത്തനം ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ, ജനത്തെ സാക്ഷിയാക്കി കൊല്ലണം എന്ന തീരുമാനത്തോടെ അദ്ദേഹത്തിന്റെ മരണം
ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് ഒരു പിരമിഡിന്റെ ചുവട്ടിലെ ചന്ത ദിവസം ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ കർത്തൃദാസൻ മരണത്തോടടുക്കുകയാണ്. കറങ്ങുന്ന ഫാനിന്റെ കീഴിൽ സുഖമായി കസേരയിൽ ഇരിക്കുന്നത് പോലെയല്ല അപ്പോഴത്തെ മാനസികാവസ്ഥ. മനസ്സ് വല്ലാതെ തളരുന്നുണ്ട്. തൻ്റെ വാക്കുകൾ ഹൃദയഭേദകമാണ്. ആ വാക്കുകളിൽ ഏറ്റവും ചങ്കിൽ ചാട്ടുളി പോലെ കയറുന്ന ഒരു പ്രയോഗമുണ്ട്. എല്ലാവരും എന്നെ കൈവിട്ടു. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തയിലെ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ ആസയിലെ സഭകളെ സംബന്ധിച്ച ഒരു അടിക്കുറിപ്പ് അവിടെയുണ്ട്. ആസിയാക്കാർ എല്ലാം എന്നെ വിട്ടുപോയി. ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. സ്തോത്രം. എന്നാൽ എനിക്ക് ദോഷം ചെയ്തവരുണ്ട്, എന്നെ വിട്ടുപോയവരുണ്ട്, എന്നെ കൈ തട്ടിക്കളഞ്ഞവരുണ്ട്. എല്ലാവരും കൈവിട്ടിട്ടും ഒരാൾ എന്നെ കൈവിട്ടില്ല. എന്റെ കർത്താവ് എന്നെ കൈവിട്ടിട്ടില്ല. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ പ്രത്യാശ അകത്ത് തിളയ്ക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. സുഖലോലുപതയുടെ പശ്ചാത്തലം ഒരു ഭക്തൻ ഇവിടെ പ്രതീക്ഷിക്കേണ്ട. നീ സ്നേഹിക്കുന്നവർ പലരും നിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൈവിടും. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരുവൻ എൻ്റെ കൈകൾക്ക് പിടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഞാൻ സ്നേഹിക്കുന്നത് സാധാരണക്കാരനെയല്ല, ഞാൻ സഹിക്കുന്ന വേദനയുടെ മുള്ളുകൾക്കാണ്. ഞാൻ അനുഭവിച്ച റോസാപ്പൂക്കളെക്കാൾ നിത്യതയിൽ പ്രതിഫലം എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ, കർത്തൃദാസന്മാർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? പോരാ, ഒന്ന് ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ ഒരിക്കൽ കൂടെ ആ പദം ഒന്ന് ആവർത്തിച്ചു. വാക്കുകളാണ്. ആ വാക്കുകളുടെ വേദന എത്ര ആഴമുണ്ടെന്ന് അളക്കാൻ പറ്റില്ല പ്രിയരെ. അസാധാരണ വേദന തുളുമ്പി നിൽക്കുകയാണ് അവിടെ. അടുത്ത ദിവസം ഒരു സംഘം ആ കുഴിക്കരയിലെത്തി. ഒരു കയറിന്റെ സഹായത്തോടെ ഇദ്ദേഹത്തെ കരയിൽ കയറ്റി 10ഓളം പടയാളികൾക്ക് നടുവിൽ ചങ്ങലയിട്ട് നേരെ ഒരു പിരമിഡിന്റെ ചുവട്ടിലെ ചന്തസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ പുറകിൽ കൂടി റോമൻ ദേവി ദേവന്മാരെ ആഘോഷപൂർവ്വം സ്തുതിച്ചുകൊണ്ട് കൊന്നുകളയുക എന്ന് ആർക്കുന്ന ഒരു ജനതയ്ക്ക് മുൻപിൽ ഒരു രാഷ്ട്രീയ ഘോഷയാത്ര പോകുന്നത് പോലെ ഈ സംഘം ഓസ്തിയയിലേക്ക് യാത്ര ചെയ്തു. ഏതാണ്ട് ഒരു രാജവീഥിയുടെ കോർണറിൽ നിർദ്ദിഷ്ട സ്ഥലത്തെത്തിയപ്പോൾ ഒരു കൽത്തൂണിലേക്ക് തല താഴ്ത്താൻ പറഞ്ഞു. ആ തല താഴ്ത്തി കറുത്ത തുണി കൊണ്ട് മൂടി ആരാച്ചാരിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ആ കഴുത്തിലൂടെ കയറിയിറങ്ങി ആ പ്രവാചകനും ദർശകനുമായ അഭിഷിക്തന്റെ ശിരസും ഉടലും തമ്മിൽ രണ്ടായി പിരിഞ്ഞു. അദ്ദേഹം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ഇതിന് തൊട്ട് മുൻപ് ഇദ്ദേഹം ആ കൽഭാഗത്തേക്കൊന്ന് കയറിയിരുന്ന് മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി ആ തുകൽ ചുരുൾ നിരത്തി വെച്ചിട്ട് അവസാനമായി തൂലികയെടുത്ത് തൻ ആത്മനിയോഗത്തോടെ കുറിക്കുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ദൈവത്തിന് സ്തോത്രം. അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, അതു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ഇന്ന് രാത്രി അസാധാരണ ശോധനകൾക്കകത്തുകൂടെ കടന്നു പോകുന്ന, അസാധാരണ പരിശോധനകൾ സ്ഫുടം ചെയ്യപ്പെടുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? നീ ഇന്ന് രാത്രി തലകുനിച്ച്, നീ ഇന്ന് രാത്രി അലസമായിരുന്ന് ഈ വചനത്തിന്റെ മുൻപിൽ എഴുന്നേറ്റ് പോകണമെന്ന് പിശാച് ആഗ്രഹിക്കുമ്പോൾ ഈ രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയരട്ടെ. ഞാൻ പലരുടെയും മുഖത്ത് ദൈവ ചൈതന്യം വ്യാപരിക്കുന്നത് ആത്മാവിൽ കാണുന്നു. രക്തത്താൽ ജയം. നീ അറിയാത്ത വിഷയത്തിന് നിനക്കെതിരെ ഉയർന്ന കൂട്ടുകെട്ടുകളും, നിനക്കെതിരെ ഉയർന്ന അഭിമാനക്ഷതങ്ങളും, നിനക്കെതിരെ തുണിത്തുണ്ടുയർത്തിയ തെളിവുകളും, അതേ ആരോപണങ്ങൾക്ക് നടുവിൽ ഇന്ന് വരെ നിന്നെ കൊണ്ടുവന്ന
ദൈവത്തിന്റെ കരുതൽ നിന്നെ കൈവിട്ടിട്ടില്ലെങ്കിൽ അവിടെ വരെ സൂക്ഷിക്കാൻ ശക്തനാണ് എന്ന ബോധ്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ചുകൊണ്ട് പറയണം, ആ സാത്താന്യ ലോകം കേൾക്കട്ടെ, ആ പാതാള ലോകം നടുങ്ങട്ടെ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കരമടിച്ചുകൊണ്ട് തന്നെ പറയണം, ദൈവത്തിന് സ്തോത്രം, ആതു നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ എന്ന ഒരു ഉപനിധി എന്റെ അകത്ത് വെച്ച എന്റെ രക്ഷകൻ ആ പ്രത്യക്ഷതയുടെ ദിവസം വരെ എന്റെ അകത്തുള്ള നിത്യജീവൻ പിടിക്കാൻ ശക്തനാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, കടന്നുപോയിട്ടുള്ള സകല ഭക്തന്മാരും ആ പ്രതിസന്ധിയുടെ സഹനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാവ് പറയുന്നു, അതിൽ നീ തകരില്ല, നീ കരുത്തോടെ പുറത്തു വരും. ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവശക്തിയാണെങ്കിൽ നിന്റെ നിത്യജീവനെ മടങ്ങി വരവിന്റെ ദിവസം വരെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ള ഒരു ബലിഷ്ഠകരം നിന്റെ ജീവന്റെ മേൽ ചലിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തിൽ ജാഗരിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വമർപ്പിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. അഭിഷേകത്തിന്റെ തൈല നദി ഇവിടെ ഒഴുകുന്ന രാത്രിയാ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ കസേരകളിൽ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുകയാ. നീ തകർന്നു പോകുമെന്ന്, നിന്റെ തല ഉയർത്തേണ്ടി വരികയില്ലെന്ന്, നീ പരാജയത്തിലേക്ക് മൂക്കുകുത്തുമെന്ന്, നിന്റെ അഭിമാനം തകരുമെന്ന്, നിന്റെ വ്യക്തിത്വത്തിന് മുറിവേൽക്കുമെന്ന്, നീ വിശ്വാസ പാതയെ ഉപേക്ഷിച്ച് കളയുമെന്ന്. അത് സാത്താന്യ ശക്തികൾ ഒരുപോലെ വെല്ലുവിളിച്ചാലും നിന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ആ നിത്യതയുടെ ഉപനിധിയെ മടങ്ങി വരവിന്റെ ദിവസം വരെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ള ഒരു ബലിഷ്ഠകരം നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത് ഇന്ന് രാത്രി ആത്മാവിൽ കണ്ടിട്ട് പറയണം, സകല വിശുദ്ധന്മാരും ഇതനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടന്നു പോകുന്ന പാതയിൽ അവൻ എന്റെ ഉപനിധിയെ പിടിച്ചുകൊള്ളും. നിങ്ങൾ ഇന്ന് രാത്രി ഒരു ഓട്ടപ്രദക്ഷിണം പോലെ എൻ്റെ സഹോദരങ്ങൾ വേദപുസ്തകത്തിലേക്ക് ഒന്ന് കണ്ണുയർത്തണം. വിശുദ്ധ തിരുവഴുത്തിന്റെ പേജുകൾ പഠിച്ചാൽ എത്രയോ ഓരോ ഭക്തന്മാരുടെയും ചരിത്രം ഞാൻ ഇന്ന് ചുരുക്കി പറഞ്ഞ് മുൻപോട്ട് പോകാം. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കഥാപാത്രമായിരുന്നു ദൈവത്തിന്റെ ദാസനായ ഇരമ്യാവ്. ഇരമ്യാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തണം. ബാലകനായിരിക്കുമ്പോൾ അവന്റെ മേൽ ദൈവവിളി വ്യാപരിച്ചതാണ്. അസാധാരണ ദൈവനിയോഗമായിരുന്നു. യെശയ്യാവിനെ ഈർച്ചവാൾ കൊണ്ട് മുറിച്ചു കൊന്ന നീചമായ പ്രവർത്തികൾക്ക് ശേഷം ഒരു പ്രതലത്തിൽ ദൈവം ദിവ്യാഭിഷേകത്തോടെ എഴുന്നേൽപ്പിച്ച അനാഥോത്തിലെ ആ കൊച്ചു ബാലകൻ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ താൻ ഉൾപ്പെടുന്ന സമൂഹത്തെ ഒത്തിരി സ്നേഹിച്ചതാണ്. ഒരിക്കലും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ വിനാശത്തിന് ആഗ്രഹിച്ച ആളല്ല ഇരമ്യാവ്. സ്തോത്രം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വാക്കുകൾ ശ്രദ്ധിക്കണം. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എന്റെ തല വെള്ളക്കുഴിയും കണ്ണ് നീരുറവയുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന്. വാക്കിന്റെ ആത്മാർത്ഥത കണ്ടോ? കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരാതിരിക്കേണ്ടതിന്. കണ്ടോ ആത്മാർത്ഥത, കണ്ടോ? പക്ഷേ ആ ദൈവദാസന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. എന്റെ ജനത്തെ വിട്ടു പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദന? ആ വേദന ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പേ, നീ ദൈവസന്നിധിയിൽ മറ്റാരും കാണാതെ പൊഴിക്കുന്ന കണ്ണുനീർ എൻ്റെ ദൈവം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ ദൗത്യകാലം ഇടയ്ക്ക് അവസാനിപ്പിക്കാനാണ് കൂട്ടുകെട്ടെങ്കിലും അടുത്ത 4 പതിറ്റാണ്ടുകൾ നിന്നെ
കൊണ്ട് ചെയ്യേണ്ടത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് അവന്റെ ദൗത്യം ദൈവം അവസാനിപ്പിച്ചതെങ്കിൽ, ഏതൊക്കെ പ്രതികൂലങ്ങൾ എനിക്കെതിരെ ഉയർന്നാലും, എൻ്റെ ജന്മദിവസത്തെ പോലും ഞാൻ ശപിച്ചു പോകത്തക്ക വേദനകൾ അനുഭവിച്ചാലും, എന്നെ കൊണ്ട് ഈ പ്രതലത്തിൽ ചെയ്യേണ്ടത് ചെയ്യിച്ചു തീർക്കാതെ എൻ്റെ കണ്ണടയാൻ അനുവദിക്കാത്ത ഒരു കരമാണ് എൻ്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, അസാധാരണ ദൈവശക്തിയാണ് എൻ്റെ പിൻപിൽ വ്യാപരിക്കുന്നത്. എൻ്റെ കണ്ണുനീരിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാമോ, ദൈവത്തോട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പേജുകളിൽ ഈ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തോട് ഏറ്റവും അടുത്ത് സഹകരിച്ച വ്യക്തി ആരാ? വേദപുസ്തകത്തിൽ ഈ മഹാദൈവത്തെ ഏറ്റവും അടുത്ത് കണ്ട വ്യക്തി ആരാ? ആ വ്യക്തി എൻ്റെ അഭിപ്രായത്തിൽ ആദമാണ്. കാരണം സർവശക്തനായ ദൈവം തന്റെ തൃക്കരങ്ങളിൽ ഒരു പിടി മണ്ണെടുത്ത് തന്റെ കരുത്തുറ്റ കരംകുലികകൾ കൊണ്ട് കരുത്തുള്ള ആ വിരലുകൾ കൈക്രിയായി കളിമണ്ണിൽ ഓടി ഒഴുകിയ ആദമിന് മൂക്കിലേക്ക് നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം സന്നിവേശിപ്പിച്ച് അവന്റെ കൺപോളകൾ ഇമവെട്ടി തുറന്നപ്പോൾ ആദ്യം കണ്ടത് ഹൗവയല്ല, ആദ്യം കണ്ടത് പക്ഷിമൃഗാദികളെയല്ല, തന്റെ സൃഷ്ടിതാവിനെയാണെങ്കിൽ ആ തേജസ്സിനകത്ത് പുക്കിൾ ചുഴിയില്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പുക്കിൾ ചുഴിയുണ്ട്, പുക്കിൾ ചുഴിയില്ലാതെ ദൈവത്തിന്റെ കരങ്ങളാൽ ജനിച്ച ആ യൗവനത്തിൽ ജനിച്ച ദൈവത്തിന് സ്തോത്രം, ആദം ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സിനെ സ്വന്തം ത്വക്കിൽ പ്രതിഫലിപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. സ്തോത്രം. പർവ്വതത്തിന് മുകളിൽ തേജസ്സിനകത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ആ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടിട്ട്, മോശേ നിന്റെ ത്വക്ക് പ്രകാശിക്കുന്നു, മൂടുപടം മുഖത്തിട് എന്ന് പറയത്തക്ക വിധം സർവശക്തന്റെ ദിവ്യ തേജസ്സിന്റെ പ്രസരണം ആ മുഖത്തെ ത്വക്കിൽ സ്വീകരിച്ച് അതിൽ നിന്ന് ആ പ്രകാശത്തെ പ്രസരിപ്പിക്കാനുള്ള ശക്തി ആ മോശയിൽ വ്യാപരിച്ചില്ലേ? ഒരു വടി നീട്ടിയാൽ കടൽ പിളരും, ഒന്ന് കൽപ്പിച്ചാൽ ഭൂമി പിളർന്ന് ശത്രുവിനെ വിഴുങ്ങും, ഒന്ന് കരമുയർത്തി മധ്യസ്ഥത നിന്നാൽ പാളയത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി മാനവ ചരിത്രത്തിൽ അസാധാരണമായി ദൈവശക്തിയുടെ ഉപകരണമായി മാറിയ വ്യക്തി. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണേ, പർവ്വതത്തിന് മുകളിലോട്ട് കടന്നു എന്നിട്ട് ആ കവിണ് വീണതിന് ശേഷം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ കൊന്നുകളയണേ, എൻ്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം കണ്ട അഭിഷിക്തന്മാരിൽ 40 വർഷം 30 ലക്ഷം ജനത്തിന് ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശ ഈ സ്ഥിതിയിലാണ് കടന്നുപോയതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചവരാരും ഇതിനകത്തുണ്ടാകില്ല. എന്നാൽ അതിന് നടുവിലും എൻ്റെ ദൈവത്തിൻ്റെ കൈകൊണ്ട് ശവമടക്കി ലഭിക്കത്തക്ക വിധം തൻ്റെ ദാസനെ ദൈവം മാനിച്ചെങ്കിൽ, വചനത്തിന് മുൻപിലിരിക്കുന്ന ദൈവമക്കളെ ചൂണ്ടി ദൈവത്തിന് ആത്മാവ് പറയുന്നു, നീ നാഥന് വേണ്ടി സഹിച്ചത് മറന്നുകളയാത്ത ഒരുവനാണ് ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവെങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ പറഞ്ഞാട്ടെ, ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ എന്നെ തകർക്കാൻ ശത്രുവിന്റെ കൈകളിൽ വിട്ടുകൊടുക്കാതെ എൻ്റെ ജീവനെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ള ആ കരത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ ചിരയോട് ദൈവത്തിന് ആത്മാവ് ദൂതായി വിളിച്ചു പറയുന്നു, നിന്നെ വിളിച്ചവൻ ദൈവമാണെങ്കിൽ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ നീ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നിന്റെ ഭാവി പ്ലാൻ ചെയ്ത ഒരു കരമാണ് നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ, ഞാൻ സഹിക്കുന്ന ശോധനകൾക്ക് പുറകിൽ ഒരു കരം എനിക്ക് അനുകൂലമായിട്ട് ഉയർന്നു നിൽക്കുന്നു. ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിലിരുന്ന് വചനത്തിന്റെ മുൻപിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ ശിരസിൽ ദൈവശക്തിയുടെ ബലം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുത്തൻ കരുത്തോടെ ഈ വർഷത്തിന്റെ ആദ്യത്തെ രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കാൻ ആ
കുതിപ്പ് നിന്റെ സിരകളുടെ മേൽ പകരാൻ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയട്ടെ, വിളിച്ചവൻ ദൈവമാണെങ്കിൽ എന്നിൽ നിക്ഷേപിച്ച നിത്യതയുടെ ദർശനത്തെ മടങ്ങി വരെ പിടിച്ചുകൊള്ളാൻ ആ കരുത്ത് ശക്തിയോടെ വ്യാപരിക്കുന്നു. ഞാൻ ഈ രാത്രി ദൈവമക്കളുടെ മുൻപിൽ പറയട്ടെ, പഴയ നിയമത്തിൽ ശക്തനായ ദാവീദ്, ആ ദാവീദിലേക്ക് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണുയർത്തണം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യൻ. നാം ഒന്നിച്ചു മധുര സമ്പർക്കം ചെയ്ത ദേവാലയത്തിലേക്ക് പോയല്ലോ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയട്ടെ, സഹിക്കാൻ കഴിയാത്തത് ചിലത് നീ അനുഭവിക്കേണ്ട സാഹചര്യം അനുവദിച്ചാലും അതിനകത്തുകൂടെ നിന്റെ ശിരസിനെ ഉയർത്താൻ എൻ്റെ ദൈവം ഒരു പദ്ധതി ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അത് തെളിയുന്ന വർഷമാണ്. കരമൊന്ന് ഉയർത്തി പറഞ്ഞ്, അത് തെളിയുന്ന വർഷമാണ് 2025 ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം കരം ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന ഇന്നത്തെ ശോധനയ്ക്കകത്ത് എൻ്റെ ദൈവത്തിന്റെ പദ്ധതി ഞാൻ ആത്മാവിൽ കാണുന്നു. അതു നിമിത്തം തന്നെ ഞാൻ ഇത് സഹിക്കുന്നു. എനിക്കറിയാം ഇതിനകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. ഈ രാത്രി ചില പ്രവചനാലോചനകൾ പോലെ മുഴങ്ങുന്ന ദൈവശബ്ദം ചില വ്യക്തികളുടെ കാതിനു നേരെ വ്യാപരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾക്ക് നടുവിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന നിന്റെ വിഷയത്തെ തൊടാൻ യേശുവിന്റെ ബലമുള്ള കരം ഇന്ന് രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. നിന്റെ വാഗ്ദത്തങ്ങൾ ചിലത് നിവർത്തിയാകാൻ ബാക്കിയുണ്ടെങ്കിൽ നിന്റെ ആയുസ്സിനെ മുറിച്ചു കളയാൻ അനുവദിക്കാതെ 2025 ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ്, ഈ കലണ്ടർ നിന്റെ ഭിത്തിയിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് നീ സേവിക്കുന്ന ദൈവം ശക്തനാണെന്ന് നിനക്ക് വേണ്ടി തെളിയിക്കാൻ എൻ്റെ ദൈവം എഴുന്നേൽക്കുന്ന ദിവസങ്ങളായിരിക്കും. അത് ഈ രാത്രി ആത്മാവിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എൻ്റെ ജീവന്റെ പുറകിലെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹബ്ദൽ ഘടകനാധികജകൾ ഘടകനൗദരാധികജകൾ ഘടകനാധികനയാരകൾ ഘടകനാധികനയാരകനക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, പടകിൽ യേശു ഉണ്ടെങ്കിൽ അതിനെതിരെ അടിക്കുന്ന കൊടുങ്കാറ്റ് പടകിനെ ഗലീല കടലിൽ തകർക്കാനല്ല, കരയിൽ എത്തിക്കാനേ ഉപകരിക്കത്തുള്ളെങ്കിൽ ഇന്ന് രാത്രി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് നിന്നെ തകർക്കാനല്ല, നിന്റെ വാഗ്ദത്വത്തിന്റെ പോർട്ടിൽ നിന്നെ എത്തിക്കാൻ ആ കാറ്റിനെ തിരിച്ചുവിടുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, ഇല്ല ഇല്ല ഇല്ല. യോനയുടെ കപ്പലിന് നേരെ കാറ്റടിച്ചു, ശിഷ്യന്മാർ യാത്ര ചെയ്ത പടകിന് നേരെ കാറ്റടിച്ചു. ഒന്ന് തകർക്കുന്ന കാറ്റാണെങ്കിൽ ഇത് രക്ഷപ്പെടുത്തിക്കൊണ്ട് വാഗ്ദത്തത്തിന്റെ തീരത്തടുപ്പിക്കുന്ന കാറ്റാണ്. നിങ്ങൾക്ക് നേരെ ഉയരുന്ന ചില പരിശോധനയുടെ കാറ്റ് രക്ഷകൻ കൂടെയുണ്ടെങ്കിൽ കരയിൽ അടുക്കാനേ ഉപകരിക്കൂ. അതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യകരമല്ല. ഞാൻ പറയട്ടെ, ഹബ്ബ് പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടേ പിന്നെ ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. സ്തോത്രം. രംഗമാകെ വഷളായി. തൻ്റെ മകന്റെ കൈക്കരുത്ത് നന്നായിട്ടറിയാവുന്ന അപ്പന് മനസ്സിലായി. അവന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടുകെട്ട് കൊടുങ്കാറ്റ് പോലെ അടുക്കുകയാണ്. ഇനിയും ഈ കൊട്ടാരത്തിൽ നിന്നാൽ ചിലപ്പോൾ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതുകൊണ്ട് ചിലരെ അവിടെ ആക്കിയിട്ട് ഒലിവുമലയുടെ കയറ്റം കയറി തലയിൽ പൂഴി വാരിയിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് കടന്നു പോകുകയാണ്. തൻ്റെ കൂടെ ഉറ്റമിത്രമായി നിന്ന അഹീതോഫേൽ, ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ള തന്ത്രത്തിന് ഡിഗ്രി എടുത്തവൻ, തൻ്റെ മകന് കൂട്ടുപിടിച്ചിരിക്കുന്നു എന്ന വാർത്ത തൻ്റെ കാതിലെത്തിയപ്പോൾ മനസ്സിലായി ആലോചന ശക്തമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് അഡ്വക്കേറ്റ് ആയാലും, ഏത് ജഡ്ജി ആയാലും, ഏത് ബുദ്ധിരാക്ഷസനായാലും, നിനക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്കുണ്ടെങ്കിൽ ആ ദൈവം സമയത്ത് ഇടപെട്ടിട്ട് ചില നടപടിക്രമങ്ങൾ ചെയ്യും. അത് മാറ്റാൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, ഇന്ന് കാണുന്ന അനുകൂല അന്തരീക്ഷം എൻ്റെ ദൈവം തകിടം മറിച്ചു കഴിഞ്ഞാൽ ആ വിഷയം
വിഷയത്തിന്മേൽ നടപടിക്രമം ആരംഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഓർത്തുകൊള്ളുക, ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം. അബ്ശാലോമേ, നിന്റെ തലയിൽ പാറിപ്പറക്കുന്ന സൗന്ദര്യത്തിന്റെ തലമുടി അധികം താമസിക്കാതെ നിന്റെ കുലക്കയറായി മാറും. അബ്ശാലോമേ, നീ യാത്ര ചെയ്യുന്ന മനോഹരമായ കോവർ കഴുത നിന്റെ ആരാച്ചാരായി മാറും. അബ്ശാലോമേ, നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകം അത് നിന്റെ കൊലമരമായി മാറും. എന്റെ ദൈവമാണ് കരമുയർത്താൻ തയ്യാറാകുന്നതെങ്കിൽ അനുകൂല സാധ്യതകളുടെ നടുവിൽ ആനന്ദിച്ച് നീങ്ങുന്ന വിഷയങ്ങളെ കൊലമരമാക്കി മാറ്റത്തക്ക വിധം ഒരു കരം ഇതിന്റെ പുറകിൽ ഉയർന്നു വരുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. എന്നേക്കാൾ നന്നായി ഇടപെടാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്നതെങ്കിൽ നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്ക് വേണ്ടി നടപടിയെടുക്കാൻ കഴിവുള്ള ഒരുവനാണ് നീ സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം. എന്റെ ജീവിതത്തിലെ സഹനങ്ങളുടെ പുറകിൽ ഒരു കരം എനിക്ക് ചലിക്കുന്നത് കാണുന്നു. അതെന്റെ തിന്മയ്ക്കല്ല, അതെന്റെ നന്മയ്ക്ക് തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിനെ അനുഭവിക്കുവാൻ അനുവദിക്കുന്ന ശോധനയുടെ ഉദ്ദേശം എന്താണ്? നമുക്കറിയാം, മാരാമൺ കൺവെൻഷനിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സ്റ്റാൻലി ജോൺസ്. അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പസമയം മുതൽ ഞാനൊരു കുരിശ് സഹിച്ചിരുന്നു. അത് അസാധാരണമായ കുരിശായിരുന്നു. ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിക്കുമായിരുന്നു, ഞാൻ ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് കുരിശ് അവിടുന്ന് അനുവദിച്ചത്? അപ്പോൾ ഒറ്റ ശബ്ദമാണ് എൻ്റെ കാതിൽ മുഴങ്ങുന്നത്, എല്ലാം നന്മയ്ക്ക്. ഒടുവിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ആ കുരിശ് അവിടുന്ന് എടുത്തു മാറ്റി. സ്തോത്രം. അതോടെ ഞാൻ ബലഹീനനായി. അപ്പം എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ അനുഭവിച്ച ആ കുരിശായിരുന്നു എന്നെ ഇത്രയും കരുത്തോടെ ശുശ്രൂഷയിൽ നിർത്തിയത്. ഇപ്പോൾ ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സഹിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഒരു കുരിശ് എനിക്ക് അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കുരിശ് വാങ്ങിക്കണം എന്നല്ല ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ ഞാൻ പറയുന്നത്. നീ അനുഭവിക്കുന്ന ചെറുതോ വലുതോ ആയ പരിശോധനയുടെ കുരിശുകളുടെ പുറകിൽ എൻ്റെ അപ്പച്ചൻ അറിയാതല്ല സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം അതിൻ്റെ പുറകിൽ ചലിക്കും. ആ ബോധ്യമുള്ള ദൈവമക്കൾ പറയണം, ഈ രാത്രി എനിക്ക് ആവശ്യം ഇതിന് മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ദൈവമക്കളോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, എത്ര പേർ ശബ്ദം ഉയർത്തി ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് കർത്താവിനോട് പറയും, ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു കൃപ ആവശ്യമുണ്ട്. അതിന് കൊതിക്കുന്നവരെ വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി നിങ്ങളുടെ അടുക്കൽ മുഴങ്ങുന്ന ദൈവശബ്ദം നിങ്ങൾക്കെതിരെ അസാധാരണമായി ഉയരുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ, നിങ്ങളെ തകർത്ത് കളയാൻ ഉയരുന്ന യുദ്ധങ്ങൾക്ക് നടുവിൽ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബോധപൂർവ്വ ശബ്ദം ഉയർത്തി വാ തുറന്ന് ലജ്ജ കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ശോധന എനിക്കുണ്ട്, പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് എനിക്കുണ്ട്, പോരാട്ടങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ ഉയരുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരഞ്ഞു പോകാറുണ്ട്. എന്നാൽ എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എനിക്ക് ആവശ്യം നിന്റെ മാറ്റമില്ലാത്ത ശബ്ദമാണ്. അതിനുവേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. സഹിയോൻ മാളിക മുറിയിൽ കൊടുമുഴക്കത്തോടെ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ബേർഷേബ ഗ്രൗണ്ടിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ ശിരസിന്മേൽ ബലത്തോടെ വ്യാപരിക്കുകയാണ്. അടുത്ത ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട. വാ തുറന്ന് കർത്താവിനോട് പറ, ഈ പരിശോധനയ്ക്കകത്ത് എന്നിൽ വ്യാപരിക്കുന്ന നിത്യതയുടെ ഉപനിധിയെ മടങ്ങി വരെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ള കർത്താവേ, എനിക്കാവശ്യം മനുഷ്യന്റെ ശബ്ദമല്ല, എനിക്കാവശ്യം ദൈവ ശബ്ദമാണ്. ഈ ഗ്രൗണ്ട് വിട്ട് നീ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്റെ വീട്ടിലേക്ക് മടങ്ങാൻ, നിന്റെ കാറിൽ കയറുന്നതിന് മുൻപ് മറ്റാരും ഇടപെടാത്ത ഒരു ദൈവാലോചന നിന്റെ കാതിൽ മുഴക്കേണ്ടതിന് ആന്തരികമായി മുഴങ്ങുന്ന ദൈവശബ്ദം നിന്റെ ശോധനയ്ക്ക് നടുവിൽ നിന്നോട് സംസാരിക്കുന്നു. ഇന്നത്തെ പ്രതിസന്ധിയിൽ തളരരുത്, നിത്യതയുടെ ദർശനത്തിൽ കണ്ണുയർത്തുക. ഈ രാത്രി ഒരിക്കൽ കൂടെ ഞാൻ ഈ ഗ്രൗണ്ടിൽ ആവർത്തിക്കുന്നു, ഇന്നത്തെ പ്രതിസന്ധിയിൽ തളരരുത്, നിത്യതയുടെ ധൈര്യത്തിൽ കണ്ണുയർത്തുക.
ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഏറ്റവും പുറകു മുതൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വ്യാപാരം ഞാൻ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. മനസ്സ് തളർന്ന്, ഹൃദയം വേദനിച്ച്, ഉള്ളു വല്ലാതെ തകർന്ന്, ഹൃദയം പൊട്ടി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇതാണല്ലോ എനിക്ക് ഭവിച്ചതെന്നോർത്ത് മനസ്സ് തളരുന്ന ദൈവപൈതലെ, നിന്നെ ചൂണ്ടി ദൈവത്തിന് ആത്മാവ് പറയുന്നു, ഇല്ല, ഇതിനകത്തൊരു വാഗ്ദത്വത്തിന്റെ രാജവീഥി എന്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഈ രാത്രി നിന്റെ കാതിൽ മുഴങ്ങുകയാണ് ദൈവശബ്ദം. ഒരു ഭക്തന്റെ സ്റ്റെപ്പ് സിഗ്നലുകൾ എന്റെ ദൈവമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുന്നു, ഒരു ഭക്തന്റെ സ്റ്റെപ്പ് സിഗ്നലുകൾ എന്റെ ദൈവമാണ് കരുതി വച്ചിരിക്കുന്നതെങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി തല ഉയർത്തുന്ന നിന്നിൽ ദൈവം നിക്ഷിപ്തമാക്കിയ ആ നിത്യതയുടെ ദർശനത്തെ, ആ വീണ്ടും ജനനത്തിലൂടെ നിന്നിൽ വ്യാപരിച്ച ആ നിത്യതയുടെ വിത്തിനെ അത് തകർക്കാതെ പ്രതിഫല വിഭജന ദിവസം വരെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ബലിഷ്ഠകരം നിന്റെ ജീവന്റെ മേൽ വ്യാപരിക്കുന്നു. ആത്മാവിൽ വിളിച്ചു പറ, ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യകരമല്ല, മഹാദൈവത്തിന്റെ കരം തന്നെയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അസാധാരണമായി മുഴങ്ങും ഒരു ഭക്തന്റെ കാതിൽ ദൈവശബ്ദം. കേട്ടിട്ടുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അസാധാരണ പരിശോധനകൾക്ക് നടുവിൽ ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വാ തുറന്ന് സ്തോത്രം പറഞ്ഞിട്ട് പറയും, ഇതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം നന്മയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഹോദരിമാർക്ക് നന്നായി മീൻകറി വെക്കാൻ അറിയാം. കേരള മീൻകറി നല്ല മീൻകറിയാണെന്ന് പൊതുവെ അഭിപ്രായവുമുണ്ട്. ഈ മീൻകറിക്കകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. മീൻകറിക്കകത്തുള്ള അതിപ്രധാനപ്പെട്ട ചില ഇൻഗ്രീഡിയൻസ്, സ്തോത്രം, ചിലതൊക്കെ വ്യത്യാസമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ കൂട്ടിച്ചേർത്താലും ഇഞ്ചി അതിനകത്തുണ്ട്, അല്ലേ? വെളുത്തുള്ളി അതിനകത്തുണ്ട്, മുളക് പൊടി ഒഴിവാക്കാൻ പറ്റില്ല, കരിയേപ്പില അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇഞ്ചി ഒറ്റയ്ക്കെടുത്ത് കടിച്ചു തിന്നാൽ രുചിയാണോ അതോ ഘ്രാണശേഷിയാണോ? വെളുത്തുള്ളി ഒറ്റയ്ക്ക് കടിച്ചാൽ അത് എങ്ങനെ ഇരിക്കും? ഇഞ്ചി തിന്ന കുരങ്ങിന്റെ മുഖം എന്നൊക്കെ പറയുന്നത് പോലെ ഇരിക്കും, അല്ലേ? അപ്പൊ ഇതൊക്കെ അതിൽ തന്നെ അല്പം അസ്വസ്ഥതയുള്ളതാ. പക്ഷേ കൃത്യ അനുപാതത്തോടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിലയും മുളക് പൊടിയും മീൻ കഷണവുമായി ചേർന്ന് വെന്തു കുറുകിക്കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ, മാറ്റം വരുന്നത് പോലെ, നീ ഇന്ന് അനുഭവിക്കുന്ന തിന്മ അതിൽ തന്നെ തിന്മയാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ വെന്തു കഴിയുമ്പോൾ അത് വാഗ്ദത്ത നിവർത്തിയുടെ സന്തോഷരംഗമായി മാറ്റത്തക്ക വിധം ഒരു കരം എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നു എന്ന് ബോധ്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഇതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. ഏത് ഭക്തനും വേദപുസ്തകത്തിൽ തകർന്നിട്ടുണ്ട്. ഗതസമനയിലെ ക്രിസ്തുവിനെ മാത്രം നോക്കുക. അല്ല, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്നല്ലേ? ആ ഭക്തനെ നോക്കുക. ഞാൻ വേദപുസ്തകം പഠിച്ചിടത്തോളം ശാരീരിക ബലം കൊണ്ടും മാനസിക ബലം കൊണ്ടും അസാധാരണ കരുത്തുള്ള ഒരു ദൈവദാസനെ കാണാൻ കഴിയുന്നത് അത് എലിയാവാണ്. മുഴങ്കാലുകൾക്കിടയിൽ പ്രാർത്ഥിക്കുമ്പോൾ തലയിടണമെങ്കിൽ നമ്മുടെ ദൈവദാസന്മാരെ പോലെ കുടവയറൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുടവയറിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിയോടുന്ന കുതിരകൾക്ക് മുൻപിൽ ആഹാബിന്റെ രാജരഥത്തിന് മുൻപിൽ പായണമെങ്കിൽ, ഒരു മാരത്തേൻ അങ്ങ് പാസാക്കണമെങ്കിൽ സാധാരണ ബലം പോരാ കേട്ടോ. പ്രാർത്ഥിച്ച് തീയിറക്കിയതിന് ശേഷം ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കാൻ ഇദ്ദേഹം ഒരു യുദ്ധവീരനായി മാറിയെന്ന് ഓർക്കണം. അസാധാരണ ശാരീരിക ബലം ഉണ്ടായിരുന്നയാൾ. നീ മാനസിക ബലമോ? രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് കരിമ്പൂച്ചകളെ ഭയപ്പെടാതെ ഒരു കൊടുങ്കാറ്റ് പോലെ കയറിച്ചെന്ന്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് പറഞ്ഞ് ആകാശം പൂട്ടിക്കെട്ടി താക്കോല് പോക്കറ്റിലിടണമെങ്കിൽ അസാധാരണ മനോബലം വേണം. സ്തോത്രം, മനസ്സിലായോ? അസാധാരണ ശാരീരിക ബലം, അസാധാരണ മനോബലം. എന്നാൽ ചില വാക്കുകൾക്ക് മുൻപിൽ മനസ്സുകൊണ്ട് തകർന്ന് ബാല്യക്കാരനെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയിട്ട് ഇതാ യാത്ര ചെയ്ത്, സ്തോത്രം, ഒരു അതേ ആ ചൂരച്ചെടിയുടെ ചുവട്ടിലേക്ക് വലിഞ്ഞു കയറി
ആ ഭക്തൻ ചുരുണ്ട് കടന്ന് പറയുകയാണ്, ആത്മഹത്യ, 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 ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ, നീ അങ്ങ് എടുത്തോണേ. ദൈവത്തിന് സ്തോത്രം. പലരും കർത്താവേ ഇനി വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നത് നിത്യതയുടെ പ്രത്യാശ കൊണ്ടൊന്നുമല്ല, മടുത്തു, ഇനിയും വയ്യ എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ വചനം ഉയർത്തി ഒടുവിലത്തെ മിനിറ്റുകളുടെ ഒരു ആലോചന വിളിച്ചു പറയട്ടെ. നീ ഈ ഭൂമിയിൽ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് നിന്റെ ശുശ്രൂഷയുടെ പ്ലാൻ തയ്യാറാക്കിയ ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെന്ന്. ആ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷയുടെ ആ വേദപുസ്തകം ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നീ ഈ വചനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ദൗത്യം എവിടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത ദൈവമാണ്. നീ ശബ്ദം ഉയർത്തി പറഞ്ഞേ, നേരത്തെ പ്ലാൻ ചെയ്ത ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ എൻ്റെ ദൗത്യത്തിൻ്റെ തുടക്കം മാത്രമല്ല, എൻ്റെ ദൗത്യത്തിൻ്റെ ഒടുക്കവും ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് ഇവിടെ എനിക്ക് ശുശ്രൂഷ അനുവദിച്ചത്, എൻ്റെ ജീവൻ അനുവദിച്ചത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം, എന്റെ ജാതകം കുറിക്കുന്നത് പിശാചല്ല, എന്റെ ഭാവി പ്ലാൻ ചെയ്തത് എന്റെ ദൈവമാണ്. എന്താണ് ഏലിയാവിന്റെ ജാതകം? പറയാം. തിസ്ബിയയുടെ മലഞ്ചരിവിലെ ഒരു കൊടുങ്കാട്ടിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് രാജകൊട്ടാരത്തിൽ ദൂതറിയിക്കണം. ദൈവനിർണയത്തിന്റെ സമയത്ത് കെരീത്തിന്റെ കരയിൽ കാക്കച്ചുണ്ടിൽ നിന്നും ആഹാരം ഏറ്റുവാങ്ങി ഒളിച്ചു കഴിയണം. അവിടുത്തെ കരുതൽ അവസാനിച്ചു കഴിയുമ്പോൾ സരേപ്തയിലെ വിധവയുടെ വീട്ടിൽ കലത്തിലെ മാവിന്റെ ഉറവയും തുരുത്തിയിലെ എണ്ണയുടെ ഉറവയും തുറന്നു വെച്ച് സൂപ്പർ നാച്ചുറൽ കരുതൽ അനുഭവിച്ച് അവിടെ ഒരു ഡെഡ് ബോഡിയെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യണം. അത് കഴിഞ്ഞ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. ഒടുവിൽ ഏലിശയും ഏലിയാവും കൈകോർത്ത് യോർദാന്റെ കരയിൽ നീങ്ങുമ്പോൾ അഗ്നി അശ്വരഥങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അതിൽ കയറ്റിയിരുത്തി സ്വർഗ പറുദീസയിലേക്ക് പറന്നു പോകണം. ഇവിടെ കൊട്ടാരക്കര ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ മാംസത്തിൽ മഹാദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന ഒരുവനായി അവിടെ പറുദീസയിൽ കഴിയണം. യേശു ഈ ഭൂമിയിൽ വരുമ്പോൾ അവനെ പറഞ്ഞ് ബലപ്പെടുത്താൻ പത്രോസ്, യാക്കോബും യോഹന്നാനും നോക്കി നിൽക്കെ അവരുടെ കൺമുൻപിൽ ഇറങ്ങി വന്നിട്ട് മുകളിലോട്ട് കയറിപ്പോകണം. ഇനി എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യെരുശലേമിൽ ദൗത്യം പൂർത്തീകരിക്കേണ്ടതിന് മോളിൽ നിന്ന് ഇറങ്ങി താഴെ വരണം. ശത്രുവിന്റെ കയ്യാൽ കൊല്ലപ്പെട്ടാലും അവർ നോക്കി നിൽക്കെ സകല വെബ്സൈറ്റുകളും കണ്ടുകൊണ്ടിരിക്കെ കാലൂന്ന് എഴുന്നേറ്റ് പറുദീസയിലേക്ക് പോകണം. എടാ, നിത്യത വരെയുള്ള കാര്യപരിപാടിക്ക് ദൈവം നിന്നെ കണ്ടിരിക്കെ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എൻ്റെ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിലാണോ നീ ചൂരച്ചെടി തണലിൽ മരണം കൊതിക്കുന്നത്? ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണെങ്കിൽ നാളെ പട്ടി തിന്നു തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിയേക്കാൾ ഞാൻ വിളിച്ച ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ കരമുയർത്തി പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ പ്രിയരെ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ശോധനയ്ക്കകത്ത് പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിരാശയുടെ ചുഴിയിൽ നിപതിച്ച സഹോദര, നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ ആത്മഹത്യ അല്ല പരിഹാരം. യേശുവിനെ കൈനീട്ടി പിടിക്കാൻ തയ്യാറായാൽ നിന്റെ നിത്യ വീട് വരെ നിന്നെ നടത്താൻ കഴിവുള്ള ഒരു ബലമുള്ള കരമാണ് ഈ രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത്. ഈ രാത്രി ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളുടെ ശിരസിന്മേൽ എൻ്റെ ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം ബലത്തോടെ വ്യാപരിക്കുകയാണ്. ഇരുന്ന് ആരാധിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാതുകളിൽ ദൈവശബ്ദം മുഴങ്ങുക. അസാധാരണമായ ഒരു ദൈവ നിയോഗത്തിന്റെ ശബ്ദം നിന്റെ കാതിൽ രാത്രിയിൽ ഒരു പ്രവചന നിയോഗം പോലെ എൻ്റെ ദൈവം പകർന്നു തരുന്ന രാത്രിയാണ്. ചില പോരാട്ടങ്ങൾക്ക് നടുവിൽ, സഹിക്കാൻ കഴിയാത്ത ചില പോരാട്ടങ്ങൾക്ക് നടുവിൽ, ഒറ്റയ്ക്ക് കരയുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ മരണം കൺമുൻപിൽ അടുത്തു വരുമ്പോഴും എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിത്യതയുടെ ദർശനത്തെ എൻ്റെ കർത്താവിനെ മടങ്ങി വരെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ളവരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ
ഓ, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അല്പ മിനിറ്റുകളിൽ നിന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഒരു വ്യക്തി കൈവച്ച് ദൂത് പറയുന്നത് പോലെ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരിൽ ചിലരോട് ദൈവത്തിന് ആത്മാവ് ആലോചന പറയുന്നു. നിന്നിൽ വ്യാപരിക്കുന്ന നിത്യജീവന്റെ ഉപനിധിയെ മടങ്ങിവരവിൻ്റെ സമയം വരെ പിടിച്ചുകൊള്ളുവാൻ കഴിവുള്ള ഒരു ബലിഷ്ഠകരം നിന്റെ ജീവന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഈ രാത്രി യേശുവിലേക്ക് ജീവനെ കൈമാറാൻ ഈ രാത്രി ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഗായക സംഘത്തോടൊപ്പം ഒരു പാട്ടിന്റെ ചരണം ഒന്ന് പാടണം. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ആ രണ്ട് കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഗായക സംഘം ശ്രദ്ധിക്കേണ്ട, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റേ. ആ കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തി ഒന്ന് വിളിച്ചേ. ശബ്ദം ഉയരട്ടെ ദൈവമക്കളെ, ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഞാൻ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങൾക്ക് നടുവിൽ, ഞാൻ കടന്നു പോകുന്ന ഉഷ്ണക്കാറ്റുകൾക്ക് നടുവിൽ, സഹിക്കാൻ കഴിയാത്ത അഗ്നിശോധനകൾക്ക് നടുവിൽ ഈ രാത്രി എൻ്റെ ബലഹീനമായ കരങ്ങളെ യേശുവേ ഞാൻ നിന്റെ കൈകളിൽ തരികയാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ രണ്ട് കരങ്ങളും കർത്താവിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കു തുടങ്ങിക്കേ. വിശുദ്ധ വേദപുസ്തകം കണ്ട അസാധാരണ നിയോഗങ്ങളോട് ഉപയോഗിക്കപ്പെട്ടവർ ഇത്രയും തകർന്നവരായിരുന്നെങ്കിൽ, ഭക്തനായ ദൈവപൈതലേ, നീ സഹിക്കുന്ന വേദനകളുടെ പുറകിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ കരം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞേ. ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക. ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ പദങ്ങൾ അവസാനിപ്പിക്കും മുൻപ് പറയട്ടെ. നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനാണ് നിത്യതയിൽ പ്രതിഫലം. നീ സഹിച്ച മുള്ളുകൾക്കാണ് നീ അനുഭവിച്ച റോസാപ്പൂക്കളേക്കാൾ പ്രതിഫലം. നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പാടാം. ആ പാടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ രാത്രി നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഹൃദയംഗമമായി കരഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിലുള്ള നിയോഗം എന്നെ അറിയിക്കണമേ എന്ന് കൊതിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഒരു പ്രവാചക ശബ്ദമല്ല, ആന്തരികമായി മുഴങ്ങുന്ന ഒരു ദൈവശബ്ദം ഇന്നത്തെ പ്രതിസന്ധിയിൽ ഈ ശുശ്രൂഷ അവസാന കുത്തിനു മുൻപ് നിന്റെ ജീവന് നേരെ ഉയരുന്ന രാത്രിയാണെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഫ്ലെമിംഗ് എന്ന ഒരു ദൈവദാസൻ ഒരിക്കൽ ഒക്കലഹോമായി ഒരു യോഗത്തിന് പോകാനായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം വായിച്ചു ഓർക്കുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. റെയിൽവേ ട്രാക്ക് സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനിന്റെ അടുക്കലോട്ട് കയറാൻ നേരത്ത് ഒരു ശബ്ദം മുഴങ്ങുന്നു, ആ ട്രെയിനിൽ കയറരുത്. താൻ പുറകിൽ ആരോ പറഞ്ഞെന്ന് വിചാരിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കി, ആരുമില്ല. വീണ്ടും കയറാൻ ശ്രമിച്ചപ്പോൾ ശബ്ദം ഉയരുന്നു, ആ ട്രെയിനിൽ കയറരുത്. ദൈവത്തിന് സ്തോത്രം, തനിക്ക് മനസ്സിലായി കർത്താവിന്റെ ശബ്ദമാണെന്ന്. കർത്താവിന് പറഞ്ഞു, കർത്താവേ, ഇത് ചെല്ലുമ്പോൾ ഒരു കണക്റ്റിംഗ് ട്രെയിൻ കിട്ടും, അത് കിട്ടിയെങ്കിലേ യോഗവേദിയിൽ എത്തിച്ചേരാൻ പറ്റൂ. യോഗത്തിനെത്തുന്ന കാര്യം എനിക്ക് വിട്ടേര്, ആ ട്രെയിനിൽ കയറരുത്. താൻ പുറകിലത്തെ സിമന്റ് ബെഞ്ചിൽ പോയിരുന്നു. അടുത്ത ട്രെയിൻ വന്നു, അതിൽ കയറി. അത് യാത്ര ചെയ്ത് 90 കിലോമീറ്റർ പാസ് ചെയ്യുമ്പോൾ കണ്ടു, ആദ്യം പോയ ട്രെയിൻ അപകടത്തിൽപ്പെട്ട് അതിന്റെ ബോഗികൾക്കിടയിൽ നിന്ന് ഡെഡ് ബോഡികൾ വലിച്ചെടുക്കുന്നത്. അത് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ട്രെയിൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത കണക്റ്റിംഗ് ട്രെയിൻ കിട്ടി. തക്ക സമയത്ത് ദൈവദാസൻ അവിടെ വേദിയിലെത്തുകയും ചെയ്തു. ഒരു വസ്തുത ഓർക്കുക, നിന്നോട് സംസാരിക്കാൻ പ്രവാചകൻ വേണമെന്നില്ല. ഹൃദയം തുറക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് നീ കടന്നു പോകുന്ന ശോധനയ്ക്ക് മുൻപിൽ നിന്നോട് ഇടപെടുന്ന ദൈവശബ്ദം ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ മുഴങ്ങുകയാണ്. ആ രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, യേശുവേ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ പൗലോസിനെ പോലെ വേദനിക്കുന്ന ചില ഭാരങ്ങളുമായി ഞാൻ നിന്റെ സന്നിധിയിൽ ഈ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും ചിരിക്കുന്ന മുഖവും കൊടുക്കുന്ന കൈയും ഒക്കെ കാണുമ്പം ഈ വേദനിക്കുന്ന ഹൃദയത്തെ ആരും കാണുന്നില്ല. എന്നാൽ ആന്തരികമായി അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി എൻ്റെ ഉൾമനുഷ്യനിൽ മുഴങ്ങുകയാണ്.
എൻ്റെ ജീവിതത്തെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ള നിന്റെ കരങ്ങളിൽ എന്നെ കൈമാറുന്നു യേശുവേ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ ഒന്നിച്ച കരമുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചേർന്ന് പാടാം. ഒരു നാളും എന്നെ നിന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെ. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെ. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനും ഭേദമില്ല. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനും എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യുന്ന. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യും. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടുകൾ ഒക്കെയും വാഗ്ദത്തം നാട്ടി. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടുകൾ ഒക്കെയും വാഗ്ദത്തം നാട്ടിയിലുണ്ട്. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് നിങ്ങളുടെ മുന്നിൽ ഓർപ്പിക്കട്ടെ. ഒരു മിനിറ്റ് ഗ്ലോറി. ഒരു നിമിഷം എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക. ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനം കുത്തിടുകയാണ്. മരണം ഒരു വിളിപ്പാടകലെ, കഴുത്ത് വെട്ടുന്ന ചോര പീഠത്തിലൂടെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകുന്ന മരണം. ഈ പ്രതിസന്ധിക്ക് മുൻപിൽ ആ ഭക്തൻ പറയുകയാണ്, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. തല താഴ്ത്തുമെന്ന് വിചാരിക്കേണ്ട, ഞാൻ തല ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. കാരണം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിത്യതയുടെ ആ വലിയ ജീവന്റെ ശക്തിയെ മടങ്ങി വരെ പിടിച്ചുകൊള്ളാൻ കഴിവുള്ള ഒരുവൻ എന്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ കൊച്ചു കാര്യം പറയട്ടെ. നിങ്ങളൊരു വനത്തിനകത്ത് പെട്ടുപോയെന്ന് വിചാരിക്കുക. രാത്രിയായി, സന്ധ്യയായി, ചീവീടുകളുടെ ഉച്ചയും മൃഗങ്ങളുടെ ശബ്ദവും കാതിൽ മുഴങ്ങുന്നു. അടിമുടി വിയർത്ത് വിറയ്ക്കുകയാണ്. വഴിതെറ്റിപ്പോയി. കാട് ചുറ്റുക എന്നൊരു പ്രക്രിയയുണ്ട്. കാട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയൂ അത്. വഴിതെറ്റിപ്പോയി. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യം എന്താണ്? പണമാണോ? ആയുധമാണോ? നിങ്ങൾക്കാവശ്യം കെയ്ക്കാണോ? ഭക്ഷണമാണോ? അല്ല, അതൊന്നും നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കാട്ടിലെ വഴി നന്നായി അറിയാവുന്ന,
നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, നിങ്ങളെ നിങ്ങളുടെ വീട്ടിലെത്തിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വഴികാട്ടിയാണ് വേണ്ടത്. എൻ്റെ കൂടെപ്പുറപ്പെ, എത്ര കൊടിയ പ്രതിസന്ധിയിലും നിന്നെ നിത്യത വരെ കൈപിടിച്ച് നടത്താൻ കഴിവുള്ള ഒരു വഴികാട്ടിയുണ്ടെങ്കിൽ അത് ഈ രാത്രി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ്. കൈ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കൈകൾക്ക് പിടിക്കാൻ അവൻ ശക്തനാണ്. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ. ഈ ദൂതനിക്കുള്ള ആലോചനയായിരുന്നു. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പുൽപ്പിറ്റിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. 2025 ദിവസങ്ങൾ കാർമേഘപടലങ്ങൾ മൂടിയാലും കൊടുങ്കാറ്റും പിശറുകളും ആഞ്ഞടിച്ചാലും പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, നീ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവൻ നിന്നിൽ വ്യാപരിക്കുന്ന നിത്യതയുടെ ഉപനിധിയെ പടങ്ങിവരവിന്റെ ദിവസം വരെ പിടിക്കാൻ ശക്തനാണ്. ആ തേജസ്സിന്റെ കരം നിന്നെ ഈ രാത്രി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറുന്നു. നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ ഈ കരങ്ങളെ അനുഗ്രഹിക്കുന്നു. വലിയ ദർശനം ഈ കരങ്ങളുടെ പിൻപിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം.